ഇരവികുളവും ഫാമിലി ലൊക്കേഷനുകളും മൂന്നാറിൽ. തെക്കിന്റെ കാശ്മീരിൽ ഒരു പകൽ പ്ലാൻ. മൂന്നാർ ടൗണിൽ ഒരു ദിവസം ഫാമിലിയുമായി ചെലവിടുമ്പോൾ ഏതൊക്കെ സ്ഥലങ്ങൾ പോകണം? മൂന്നാറിന്റെ ഏറ്റവും ആകർഷകമായ ഇരവികുളം ദേശീയോദ്യാനവും മൂന്നാർ ടൗണിലെ മറ്റ് ഗാർഡനുകളും ചരിത്രമുറങ്ങുന്ന CSI ആരാധനാലയവും ടീ മ്യൂസിയവും ഈ യാത്രയിൽ കാണാം. ഹിൽ സ്റ്റേഷനുകളിൽ വച്ച് ഏറ്റവും മനോഹരിയാണ് മൂന്നാർ. 3 പുഴകളുടെ സംഗമസ്ഥലം, കണ്ണൻദേവൻ കുന്നുകളുടെ പച്ചപ്പിൽ അതിമനോഹരമായ ലൊക്കേഷനുകൾ. മൂന്നാറിനെ ലോകപ്രശസ്തമാക്കുന്ന പ്രകൃതി ആസ്വദിക്കാൻ വിദേശികളടക്കം ഇടുക്കിയിലെത്തുന്നു. ഇരവികുളം നാഷണൽ പാർക്ക്. തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി ഉൾപ്പെടുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം. മൂന്നാറിലെത്തുമ്പോൾ ഒരിക്കലും ഈ നാഷണൽ പാർക്ക് സന്ദർശിക്കാതെ മടങ്ങരുത്. കാരണം വംശനാശത്തിന്റെ വക്കിലെത്തിയ നീലഗിരി ഥാർ അഥവാ വരയാടിനെ തൊട്ടടുത്ത് കാണാനുള്ള അപൂർവ അവസരമാണ് ഇരവികുളം നൽകുന്നത്. മൂന്നാർ മറയൂർ റോഡിൽ രാജമലയിലാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ നിന്ന് വനം വകുപ്പിന്റെ ബസ്സിൽ രാജമലയിലേക്ക് പോകാം. കണ്ണൻദേവൻ കുന്നുകൾക്കിടയിലൂടെയാണ് മനോഹരമായ വഴി. വലതുവശത്ത് ചെങ്കുത്തായ പാറക്കെട്ടുകൾ, ഇടതുവശത്ത് താഴ്വാരങ്ങൾ, മുടി കോതിക്കെട്ടിയ സുന്ദരിയെപ്പോലെ തേയിലത്തോട്ടങ്ങൾ, ഇടയ്ക്ക് കാഴ്ച മറച്ച് കടന്നു കളയുന്ന കോടമഞ്ഞ്. മുകളിലെ പാറപ്പുറത്തുകൂടി വരയാടുകൾ നടക്കുന്നത് കാണാം. വരൈ എന്നാൽ പാറ എന്നാണ് തമിഴിലർത്ഥം. ഏത് ചെങ്കുത്തായ പാറകളിലും നടന്നു കയറുന്ന ആട് എന്നാണ് വരയാട് എന്ന പേരിനർത്ഥം. ബസ് നിർത്തുന്ന ഇടത്ത് നാഷണൽ പാർക്കിന്റെ കഥയുമായി ഒരു ചെറു കെട്ടിടം. ഇവിടെ നിന്ന് മുകളിലേക്ക് നടക്കണം. കുന്നിൻ ചെരുവിലൂടെ ടാറിട്ട റോഡുണ്ട്. എസ്റ്റേറ്റുകളിലേക്കുള്ളതാണ് ആ റോഡ്. 12 വർഷത്തിലൊരിക്കൽ നീലക്കുറിഞ്ഞു പൂക്കുന്ന ചെരിവുകളാണ് രാജമലയിലേത്. മുകളിലേക്ക് നടക്കും തോറും തണുപ്പ് കൂടി വരും. കോട മൂടും. നടപ്പാതയിൽ വരയാടുകൾ ദർശനം നൽകും. വേനലിൽ പ്രജനനം കഴിഞ്ഞ് കുഞ്ഞുമായിട്ടാണ് പല സംഘങ്ങളും നടക്കുന്നത്. സഞ്ചാരികളുമായി ഇണക്കമുള്ള വരയാടുകളാണ് രാജമലയിലുള്ളത്. കരിങ്കുരങ്ങുകളും പേരറിയാ കിളികളും ഇടയ്ക്ക് നമ്മെ നോക്കിപ്പോകും. പുൽമേട്ടിലേക്ക് എത്തും മുൻപ് ഒരു ചെറിയ ചോലക്കാടുണ്ട്. ആ ഇരുട്ടിലൂടെ ചോല നടത്തത്തിനായി വാക്ക് വേ നിർമ്മിച്ചിട്ടുണ്ട്. തിരികെ പ്രധാന ഗേറ്റിലേക്ക് വരുമ്പോൾ പന്നൽ ചെടികളും മറ്റും മനോഹരമായി ഒരുക്കിയിട്ടുള്ള ചെറിയ ഗാർഡൻ കൂടി ആസ്വദിക്കാം. മൂന്നാർ ദേവികുളം താലൂക്കിലാണ് രാജമലയും ഇരവികുളം ദേശീയോദ്യാനവും. 97 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തൃതി. മൂന്നാറിൽ നിന്ന് 8 കിലോമീറ്ററാണ് ഇരവികുളം നാഷണൽ പാർക്ക് കവാടത്തിലേക്കുള്ള ദൂരം. രാവിലെ 7 മണി മുതൽ 4 വരെയാണ് സന്ദർശന സമയം. രാവിലെ ഇരവികുളം കണ്ട് തിരിച്ചു മൂന്നാറിലേക്ക് വരാം. പിന്നെ പോകേണ്ടത് ഡാമുകളിലേക്ക്. 2 റൂട്ടുകളിൽ ഡാമുകൾ കണ്ട് ആസ്വദിക്കാം. ഒന്നാമത്തേത് മാട്ടുപ്പെട്ടി റൂട്ടിൽ മാട്ടുപ്പെട്ടി ഡാം, കുണ്ടള ഡാം എന്നിവയാണ് ആകർഷണങ്ങൾ. 11 കിലോമീറ്ററാണ് ദൂരം. രണ്ടാമത്തേത് ആനയിറങ്കൽ ഡാം. കുറച്ചുകൂടി ദൂരം നല്ല സുന്ദരമായ ഹൈവേയിലൂടെ യാത്ര ചെയ്താൽ ആനയിറങ്കൽ ഡാമിലേക്ക് പോകാം. ബോട്ടിംഗ് ആസ്വദിക്കാം. മൂന്നാറിൽ നിന്ന് 27 കിലോമീറ്ററാണ് ദൂരം. തിരിച്ച് ഉച്ചയോടെ മൂന്നാർ ടൗണിലെത്താം. ഉച്ച കഴിഞ്ഞ് മൂന്നാർ ടൗണിലെ കാഴ്ചകൾ കാണാനായി തയ്യാറെടുക്കാം. ടീ മ്യൂസിയം. നല്ലതണ്ണി എസ്റ്റേറ്റിൽ ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള ടീ മ്യൂസിയം മൂന്നാറിന്റെ ചരിത്രത്തിലേക്കാണ് നമ്മളെ നയിക്കുക. സുന്ദരമായ എസ്റ്റേറ്റിന് നടുവിലെ കൽക്കെട്ടിടത്തിൽ പഴയ മൂന്നാറിന്റെ ചിത്രങ്ങൾ കാണാം. ചായപ്പൊടി നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ കണ്ട് ആസ്വദിക്കാം. സഞ്ചാരികൾക്ക് ചായപ്പൊടി വാങ്ങുകയും ചെയ്യാം. മൂന്നാർ ടൗണിൽ നിന്ന്
1 കിലോമീറ്റർ ദൂരമാണ് മ്യൂസിയത്തിലേക്ക്. രാവിലെ 9 മുതൽ 4 മണിവരെ ടീ മ്യൂസിയം സന്ദർശിക്കാം. KFDC ഫ്ലവർ ഗാർഡൻ. മൂന്നാറിൽ പൂക്കാലം ആസ്വദിക്കാനും വീടുകളിലേക്ക് പൂക്കൾ വാങ്ങാനും കുടുംബങ്ങൾ ഫ്ലവർ ഗാർഡനിലേക്ക് എത്തുന്നു. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഈ ഫ്ലോറികൾച്ചർ സെന്റർ ഒരുക്കുന്നത്. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലാണ് ഫ്ലവർ ഗാർഡൻ. ഹൈഡൽ പാർക്ക്. മൂന്നാർ ടൗണിൽ കുടുംബത്തോടൊപ്പം സായാഹ്നം ചെലവിടാൻ ഹൈഡൽ പാർക്കിനോളം നല്ലൊരു സ്ഥലമില്ല. 16 ഏക്കറോളം വിസ്തൃതിയുള്ള പാർക്കിൽ പുൽത്തകിടികളിൽ അലങ്കാര ചെടികളും പ്രതിമകളുമുണ്ട്. ഫിഷ് സ്പായും അക്വേറിയവും സിപ്പ് ലൈനും റെസ്റ്റോറന്റും ഹൈഡൽ പാർക്കിൽ ആസ്വദിക്കാം. മൂന്നാറിന്റെ തണുപ്പിൽ കുട്ടികൾക്ക് ഉല്ലസിക്കാൻ ചെറിയ ആക്ടിവിറ്റി പാർക്കും ഇവിടുത്തെ പ്രത്യേകതയാണ്. ആലുവ റോഡിലാണ് ഹൈഡൽ പാർക്ക്. CSI ചർച്ച്. മൂന്നാർ ചരിത്രത്തിൽ ഈ കല്ലാരാധനാലയത്തിന് വലിയ പങ്കുണ്ട്. നഗരത്തിരക്കിൽ നിന്ന് മാറി കുന്നിനു മുകളിൽ ശാന്തതയോടെയാണ് ഈ ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൻദേവൻ പ്ലാന്റേഷൻ മാനേജർ ഹെൻറി നൈറ്റിന്റെ ഭാര്യ എലനോർ ഇസബേൽ മൂന്നാറിൽ വച്ചാണ് അന്തരിക്കുന്നത്. അവരുടെ മൃതികുടീരം ഇവിടെയാണ്. പിന്നീട് ആ സ്ഥലത്ത് 1910 പള്ളി പണിയാൻ ആരംഭിച്ചു. ഗോഥിക് രീതിയിലുള്ള അതിമനോഹരമായ പള്ളി 1 നൂറ്റാണ്ടിന്റെ പെരുമയുമായി മൂന്നാറിൽ തലയുയർത്തി നിൽക്കുന്നു. മൂന്നാറിന്റെ ചരിത്രവും സൗന്ദര്യവും അപൂർവതയും അടങ്ങുന്നതാണ് ഈ വൺ ഡേ ട്രിപ്പ്. രാജമലയിലേക്ക് രാവിലെ തന്നെ പോകുക. ഓൺലൈനിൽ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനമുണ്ട്. www.ഇരവികുളംനാഷണൽപാർക്ക്.in എന്ന വെബ്സൈറ്റിൽ ടിക്കറ്റ് മുൻകൂറായി ലഭിക്കും. തണുപ്പുണ്ടെങ്കിലും തൊപ്പിയോ കുടയോ കരുതുക. മാട്ടുപ്പെട്ടി, കുണ്ടള ഡാമുകളിൽ ഇറങ്ങരുത്. ആനയിറങ്കൽ ഡാമിന്റെ ചില ഭാഗങ്ങളിൽ ആനകൾ നീരാടാനെത്താറുണ്ട്. വനം വകുപ്പിന്റെ വാച്ചർമാരുടെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കുക.